സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോ തന്നെ. നാളെ കർക്കിടകം 1, ഹിന്ദുക്കളുടെ പുണ്യദിനം. കർക്കിടകം പിറന്നതോടെ രാമായണ മാസത്തിന് തുടക്കമാവുകയാണ്. എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും 5 തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ ചമ്രം മടഞ്ഞിരുന്ന് രാമായണ പാരായണം തുടങ്ങുകയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം തുടങ്ങും. അന്തരീക്ഷം രാമമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നതോടെ എങ്ങും ഭക്തിയുടെ അന്തരീക്ഷത്തിന് തുടക്കം കുറിക്കുകയായി. പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ശ്രീ ഗാന്ധാരി അമ്മൻ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ചെങ്കലൂർ മഹാദേവ ക്ഷേത്രം, പൂജപ്പുര സരസ്വതി മണ്ഡപ ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും രാമായണ പാരായണവും ഉണ്ടാകും. ഇനിയുള്ള ഒരു മാസക്കാലം രാമായണത്തിന്റെ ഭക്തിസാന്ദ്രമായ ശബ്ദം എങ്ങും മുഴങ്ങും. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. ഭാരതത്തിൽ ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക്സിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കുന്നു. സ്പേസ് മെഡിസിൻ, ബയോ ആസ്ട്രോനോട്ടിക്സ് മേഖലയിൽ ഗവേഷണവും പരിശീലനവും ശക്തിപ്പെടുത്തുന്നതിനായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും കൈകോർക്കുന്നു. ഗഗൻയാൻ പദ്ധതിയിലൂടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ISRO മൈക്രോഗ്രാവിറ്റി, കോസ്മിക് റേഡിയേഷൻ, ഐസോലേഷൻ, മറ്റ് ബഹിരാകാശ ഘടകങ്ങൾ എന്നിവ ബഹിരാകാശ യാത്രികർക്ക് പ്രത്യേകിച്ച് ഗവേഷണങ്ങളുടെ ഭാഗമായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യരെ ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അനുയോജ്യമായ ബയോമെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത് ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള ISROയുടെ വിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് സഹകരിക്കുന്നതിനായി ശ്രീ ചിത്രയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും 2025 ഏപ്രിൽ 24 ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ഇതേ തുടർന്ന് 2025 നവംബർ 26 ശ്രീ ചിത്രയിൽ വെച്ച് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ സെന്റർ ഫോർ സ്പേസ് മെഡിസിൻ റിസർച്ച് ഉദ്ഘാടനം ചെയ്തു. 2026 ജൂൺ 25 ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബയോ ആസ്ട്രോനോട്ടിക്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കുന്നതിനായി ശ്രീ ചിത്രയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും കരാർ ഒപ്പിട്ടു. ഭാരതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ, ശ്രീ ചിത്ര പ്രസിഡന്റ് ഡോക്ടർ ക്രിസ് ഗോപാലകൃഷ്ണൻ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശ്രീ ചിത്ര ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി, HFC ഡയറക്ടർ ഡോക്ടർ ദിനേശ് കുമാർ സിംഗ് എന്നിവർ കരാർ ഒപ്പിട്ടു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ AID ഡിവിഷൻ മേധാവി ശ്രീ സുനിൽ കുമാർ, തിരുവനന്തപുരം IIST ഡയറക്ടർ ഡോക്ടർ ഉഷ ദീക്ഷിത് ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു. സമീപഭാവിയിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണെന്ന് വ്യക്തമാക്കിയ ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ സ്പേസ് മെഡിസിൻ രംഗത്തും അനുബന്ധ മേഖലകളിലും ഗവേഷണം, പരിശീലനം, മാനവ വിഭവശേഷി വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഓർമ്മിപ്പിച്ചു. ബയോമെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ശ്രീചിത്ര നൽകിയ സംഭാവനകൾ എടുത്തു പറഞ്ഞ് ശ്രീചിത്ര പ്രസിഡന്റ് ഡോക്ടർ ക്രിസ് ഗോപാലകൃഷ്ണൻ ISROയുമായുള്ള സഹകരണം സ്പേസ് മെഡിസിൻ രംഗത്തെ ഗവേഷണങ്ങളിലൂടെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ദൗത്യങ്ങൾക്കാവശ്യമായ പുത്തൻ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാനുള്ള അവസരം ശ്രീചിത്രയ്ക്ക് ലഭ്യമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബയോ ആസ്ട്രോനോട്ടിക്സിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ശ്രീ ചിത്രയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും സംയുക്തമായി നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഇൻ ബയോ ആസ്ട്രോനോട്ടിക്സ്. തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ലഭ്യമാക്കും. മാത്രമല്ല 2 സ്ഥാപനങ്ങളിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഫെലോഷിപ്പിന് ചേരുന്നവർക്ക് അവസരമുണ്ടാകും. ബഹിരാകാശ യാത്രയ്ക്കിടെ മനുഷ്യരുടെ അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഫെലോഷിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ ശാസ്ത്രീയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതും കോഴ്സിന്റെ ലക്ഷ്യമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ബിരുദം
സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ യോഗ്യതകൾ, PhD ബിരുദം എന്നിവയ്ക്കുള്ള പ്രോഗ്രാമിന് അപേക്ഷിക്കാം. 2026 ജൂലൈ അക്കാഡമിക് സെക്ഷനിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ വർഷവും പ്രവേശനം ഉണ്ടാകും. ഫെലോഷിപ്പ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശ്രീചിത്ര വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പേസ് മെഡിസിനും ബയോ ആസ്ട്രോനോട്ടിക്സിലും രാജ്യത്തിന്റെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണിത്. സമീപഭാവിയിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ഉദ്യമങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി പകരും. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ദാരുണമായ റോഡ് അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. പഴയ ഉച്ചക്കടയിൽ KSRTC ബസ് ബൈക്കിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രികയായ ഷെറീബ മരിച്ചത്. ഭർത്താവ് രാജനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം. പൂവാറിൽ നിന്ന് ഊരമ്പിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് അതേ ദിശയിൽ സഞ്ചരിക്കുന്ന ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബൈക്കിൽ തട്ടിയത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. രാജൻ റോഡരികിലേക്ക് വീണ് രക്ഷപ്പെട്ടെങ്കിലും ഷെറീബ റോഡിലേക്ക് വീഴുകയും പിന്നാലെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയും ചെയ്തതോടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പൊടിയൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. അപകടത്തിന്റെ കൂടുതൽ സാഹചര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധ. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ വൈജയന്തി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ദേവസ്വം ജീവനക്കാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് തീ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനായി. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അഗ്നിരക്ഷാസേനയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തു. ബ്രഹ്മ കൊഗ്നീഷൻ എന്ന ചാനലിനെതിരെയാണ് കേസെടുത്തത്. മലപ്പുറം സൈബർ പോലീസാണ് കേസെടുത്തത്. നിലവിളക്ക്, ഹലാൽ, ഹറാം എന്നീ മത ആശയങ്ങൾ ഉപയോഗിച്ച് വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ യൂട്യൂബർ ശ്രമിച്ചെന്നും FIRൽ പറയുന്നു. യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി കടങ്ങയിലാണ് പരാതി നൽകിയത്. തിരുവനന്തപുരത്തെ ഒരു പൊതുപരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു യൂട്യൂബറുടെ പരാമർശം. നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും അശ്ലീലവുമായ പരാമർശങ്ങളാണ് വീഡിയോയിലുള്ളതെന്ന് യൂത്ത് ലീഗ് പറയുന്നു. സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോൾ തന്നെ.